ഹായ് ഹലോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ ഒരു തരത്തിലുള്ള മിൽക്ക് മെയ്ഡോ എസൻസോ കളറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ദേ നോക്കിക്കോ, ഈ ഒരു സ്പൂൺ ഒരു സ്പൂൺ ക്യാരറ്റ് ഹൽവ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നേരെ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം കേട്ടോ. നേരെ നമ്മൾ ഈ എടുക്കുന്നത് ഈ ടൈപ്പ് ക്യാരറ്റ് ആണ്. സംഭവം നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ വിൻ്റർ സീസണിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു ടൈപ്പ് ക്യാരറ്റ് കേട്ടോ. നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഓറഞ്ച് ക്യാരറ്റിനേക്കാളും കളറും അതുമാതിരി തന്നെ ടേസ്റ്റും, അതായത് നല്ല മധുരമുള്ള ഒരു ക്യാരറ്റാണ് ഇത് കേട്ടോ. ഈ സമയത്തൊക്കെ നമ്മുടെ ഇവിടെ ഏത് നോർത്ത് ഇന്ത്യൻ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ക്യാരറ്റ് ഹൽവയുടെ മണം ഉണ്ടല്ലോ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ഇതൊരു 1/2 കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 1 ലിറ്റർ പാലിന് 1/2 കിലോ ക്യാരറ്റ് എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. നോർത്ത് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് പാല് വറ്റിച്ചെടുക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് എൻ്റെ പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അതേ നോക്കിക്കോ, നമ്മുടെ ആദ്യം നമുക്ക് ഈ ക്യാരറ്റിനെയൊക്കെ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചോപ്പറിൽ വെച്ചിട്ട് നല്ല ചെറുതായിട്ട് വളരെ കുഞ്ഞായിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കദൂക്കസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കദൂക്കസ് ചെയ്താണ് എടുക്കുന്നത്. ഈ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് സമയം കളയാനില്ല. പാൻ വെച്ച് പാനിലോട്ട് ഞാനിപ്പോൾ 1 ലിറ്റർ പാല്, അതായത് 1/2 ലിറ്റർ ക്യാരറ്റിന് 1 ലിറ്റർ പാലെന്ന അളവിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഈ ഒരു അര ലിറ്റർ എന്നുള്ളത് നമുക്കൊരു 3/4 ലിറ്ററിലോട്ട് കൊണ്ടുവരണം കേട്ടോ. ഒരല്പം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ, ഒരല്പം. പക്ഷേ പകരം ഞാൻ ഇതിലോട്ട് പാല് വീഴ്ത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3/4 എന്നുള്ള ലിറ്ററിലോട്ട് നമുക്ക് ഇവനെ ഒന്ന് വറ്റിച്ച് കൊണ്ടുവരണം. ഇപ്പം ഞാൻ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഇതുമാതിരി കദൂക്കസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൊള്ളാം, അല്ലെങ്കിൽ ചോപ്പ് ചെയ്താലും മതി. അത് ചെറിയ കുഞ്ഞു കുഞ്ഞ് ചോപ്പ് വരില്ല, ശരിക്കുള്ളത് അത് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ 3/4 ലിറ്റർ പാലെന്നുള്ള അളവിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കദൂക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് കുട്ടന്മാരെയൊക്കെ എടുത്തിട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിൽ മിൽക്ക് മെയ്ഡിൻ്റെയോ എസൻസിൻ്റെയോ ഒരു കാര്യവും ഇല്ല. ശരിക്കും നമ്മുടെ ഈ പാലിൽ കിടന്ന് നമ്മുടെ ക്യാരറ്റ് നല്ലപോലെ വെന്ത് വരണം, അതിലാണ്. അതുകൂടാതെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ പാല് വറ്റിച്ച് 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 ചെറിയൊരു കട്ടയാവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് എനിക്കറിയില്ല. ഇതിങ്ങനെ വറ്റി വറ്റി വറ്റി, അതായത് 1 ലിറ്റർ പാൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പാലിനെ വറ്റിച്ച് 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 ഇതൊരു കട്ടയാവും. ആ കട്ട പിന്നെ നമ്മൾ ലാസ്റ്റ് ഈ ഒരു എന്താ പറയുക ക്യാരറ്റ് ഹൽവയിലൂടെ അവർ ചേർക്കും. അതൊരു മെത്തേഡാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയാണ്, ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് മധുരം എങ്ങനെയാണോ അതിനനുസരിച്ച് എടുക്കുക. അതിലോട്ട് കുറച്ച് ഒരു 2 കഷ്ണം ഏലക്കയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലപോലെ പൊടിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഈ ക്യാരറ്റ് ഇതിൽ കിടന്ന് വറ്റി നമ്മുടെ പാലും അതുപോലെ തന്നെ ക്യാരറ്റും ഒരുപോലെ വറ്റി താൻ നോക്കുന്നുണ്ടോ, ഇതുമാതിരി ആവും. നല്ല വറ്റി വറ്റി നിങ്ങൾക്ക് ആ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ക്യാരറ്റിൻ്റെ കൂടെ തന്നെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്ന നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ ഇളക്കിയിരുന്നെങ്കിൽ അതെല്ലാം ഇങ്ങ് വിട്ടുപോകുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിരുന്നില്ലേ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് പഞ്ചസാരയും ഏലക്കയും കൂടെ ഒന്ന് അലിഞ്ഞ് നമുക്ക് എല്ലാം ഒന്ന് ചേർന്ന്, ഇനിയിപ്പോൾ പഞ്ചസാര നല്ലപോലെ അലിയാൻ തുടങ്ങും കേട്ടോ. അതും കൂടെ ചേർത്ത് നല്ല രീതിക്ക് നമുക്ക് ഇവനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പഞ്ചസാര എല്ലാം ഈ ഒരു ക്യാരറ്റിലും പാലിലും കൂടെ വരണം. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ചെറിയ ചെറിയ ഈ വെള്ള പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഈ വെള്ള ഇങ്ങനെ കുനുകുനാന്ന് കിടപ്പുണ്ട്. ഇതാണ് സംഭവം, നമ്മുടെ പാല് വറ്റി 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 ഈ ഒരു ഫോമിൽ. ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ പാലും ക്യാരറ്റും ഒരേ സമയത്ത് ഒരുപോലെ വറ്റി വന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഇതിലോട്ട് ഇനി നമുക്കിനി നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്, അതായത് നമ്മുടെ വെള്ളമെല്ലാം വറ്റി ഏതാണ്ടാകുമ്പോഴത്തേക്കും നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് ഇങ്ങനെ വരുന്നൊരു, നമ്മുടെ ഹൽവ എല്ലാം ചെയ്യുന്ന രീതി തന്നെയാണ്, ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിക്ക് നമുക്കൊന്ന് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും, ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര മിൽക്ക് മെയ്ഡ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചാലും ഈ ഒരു ടേസ്റ്റ് ഒരു ഹൽവയ്ക്കും കിട്ടത്തില്ല. ഇതാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ റെസിപ്പി കേട്ടോ. നോർത്ത് ഇന്ത്യൻസ് ഇത് ലാസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ നമ്മളിത് പാല് വറ്റി 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 അവസാനം ഈ ഒരു സംഭവം, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ എത്ര കുക്കറിൽ ഉണ്ടാക്കിയാലൊന്നും ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതുമാതിരി നെയ്യും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ല രീതിക്ക് ഇത് നോക്കി, ഇപ്പോൾ ആ പാനിൽ നിന്നൊക്കെ നല്ല രീതിക്ക് ഇളകി വരുന്നുണ്ട്. ഇങ്ങനെ വരണം. അതുമാത്രമല്ല ഈ ഒരു സ്പൂണ് നമ്മൾ വാരിയിട്ട് നമുക്ക് എന്താ പറയുക ശരിക്കും അലിഞ്ഞു പോവും. വേറെ ഏതൊരു ഹൽവ നമുക്ക് ഉണ്ടാക്കിയാലും ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിയെന്ന് വരില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ആൾക്കാർ വരുമ്പോൾ എന്താ, അദ്ദേഹത്തിൻ്റെ ആൾക്കാർ പെട്ടെന്നാണ് കയറി വന്നത്. ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. ദേ പിടിച്ചോ, ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട്. ധൈര്യമായിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ വരുമ്പോഴോ കൂട്ടുകാർ വരുമ്പോഴോ ഒക്കെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പിക്കായി ഞാൻ വീണ്ടും വരും. അതുവരെ ടാറ്റാ.